കുട്ടികളുമൊത്ത് വിനോദസഞ്ചാരത്തിന്റെ മറവിൽ കഞ്ചാവ് കടത്തിയ സംഘത്തെ ഡാൻസപ്പ് ടീം പിടികൂടിയത് അതിവിദഗ്ധമായി. കഴിഞ്ഞ ദിവസമാണ് വാഗണാർ കാറിൽ കടത്തിക്കൊണ്ടുവന്ന 21 കിലോ കഞ്ചാവ് നിറച്ച പാക്കറ്റുകളുമായി 60 വയസ്സുകാരിയും മകളും മരുമകനുമടക്കം 3 പേരെ സിറ്റി ഡാൻസപ്പ് ടീം കസ്റ്റഡിയിലെടുത്തത്. വിഴിഞ്ഞത്ത് 21 കിലോ കഞ്ചാവ് നിറച്ച പാക്കറ്റുകൾ കാറിൽ കടത്താൻ ശ്രമിച്ചത് കുഞ്ഞുങ്ങളെ മറയാക്കിയായിരുന്നു. സംഭവത്തിൽ വലിയവേളി സ്വദേശികളായ കാർലോസ്, ഭാര്യ ബിന്ദു, ദമയന്തി എന്നിവരെയാണ് സിറ്റി ഡാൻസപ്പ് സംഘം പിടികൂടിയത്. ദമയന്തിയുടെ മകളാണ് ബിന്ദു. വെങ്ങാനൂർ നെല്ലിവിള ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാത്രി 9:30-നാണ് സംഭവമുണ്ടായത്. കാറിൽ ഇവരുടെ കുട്ടികളും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവുമായി കാറിൽ വരുമ്പോൾ രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസപ്പ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കുട്ടികൾക്കൊപ്പം തമിഴ്നാട്ടിൽ ഉല്ലാസയാത്ര കഴിഞ്ഞു വരുന്നുവെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. കാറിന്റെ ഡിക്കിക്കുള്ളിൽ സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ആ കഞ്ചാവ് പൊതികൾ. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി നഗരത്തിൽ വിൽക്കുന്നതിനായി എത്തിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിൽ വിനോദയാത്ര കഴിഞ്ഞ് വരികയാണെന്ന് ഇവർ പോലീസിനോടും എക്സൈസിനോടും പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കാൻ സകുടുംബം അങ്ങനെ കാറിലെത്തി. ഡാൻസപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വെങ്ങാനൂരിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. കാർലോസിനെ മുൻപ് കഞ്ചാവുമായി എക്സൈസും ബിന്ദുവിനെ 4 കിലോ കഞ്ചാവുമായി 2 മാസം മുൻപ് ഡാൻസപ്പ് സംഘവും പിടികൂടിയിരുന്നു. പ്രതികളെ വിഴിഞ്ഞം പോലീസിന് കൈമാറി. KL 01 CR 8344 എന്ന നമ്പറിലുള്ള കാറിലായിരുന്നു കുടുംബത്തിനോടൊപ്പം ഇവർ എത്തിയത്. പള്ളിച്ചൽ വെങ്ങാനൂർ റൂട്ടിലൂടെ ബൈപ്പാസ് കടന്ന് വലിയവേളിയിലേക്ക് പോകാനായിരുന്നു ഇവർ ശ്രമിച്ചത്. ക്ഷേത്രോത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് പരിശോധനയുണ്ടാവില്ലെന്ന് കരുതിയാണ് ഈ വഴി ഇവർ തെരഞ്ഞെടുത്തത്. എന്നാൽ സംശയം തോന്നിയ ഡാൻസപ്പ് ടീം ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കാറിന്റെ ഡിക്കിയിൽ സ്യൂട്ട് കേസിനുള്ളിലാണ് കഞ്ചാവ് പൊതികൾ ഒളിപ്പിച്ചിരുന്നത്. ബിന്ദുവിനെ നേരത്തെ സിറ്റി ഡാൻസപ്പ് സംഘം വെട്ടുകാട് ബാലൻ നഗറിൽ ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയ 4 കിലോ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. കാർലോസും ഇത്തരത്തിൽ കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. ഇവരെ വിഴിഞ്ഞം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ തമിഴ്നാട്ടിൽ പോയി വരികയാണെന്ന് കാർലോസ് പോലീസിനോട് പറഞ്ഞിരുന്നു. എങ്കിലും വിടാതെ പിന്തുടർന്നു തന്നെ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ആരാണ് ഇവർക്ക് കഞ്ചാവ് നൽകിയത് എന്നതിലടക്കം കൂടുതൽ വ്യക്തത വരുത്തുകയാണ് പോലീസ്. അതേസമയം തിരക്കുള്ള റോഡായതിനാൽ പോലീസുകാർ പിടിക്കില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അവർ ആ വഴി പോയത്. പക്ഷേ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസുകാർ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. പോലീസിനെ കണ്ടതും ഇത്തരത്തിലുള്ള നുണക്കഥ പറഞ്ഞു. പക്ഷേ അത് വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് കടത്ത് കണ്ടെത്തിയത്.